ഇന്ന് നമ്മൾ എല്ലാ പാരൻസിൻ്റെയും ഒരു ഡൗട്ടായിട്ടുള്ള ടോപ്പിക്കാണ് പറയുന്നത് വൈറ്റമിൻ ഡി. നമ്മൾ എന്തൊക്കെ ഡിസ്കസ് ചെയ്യുന്നത്? വൈറ്റമിൻ ഡി എന്തിന് കൊടുക്കണം? വൈറ്റമിൻ ഡി എത്ര ഡോസ് വെച്ച് കൊടുക്കണം? വൈറ്റമിൻ ഡി എല്ലാ ദിവസവും കൊടുക്കേണ്ടതുണ്ടോ? ഞാൻ ചിലപ്പോഴൊക്കെ മറന്നു പോകുന്നുണ്ട്, എന്താ ചെയ്യുക? നമ്പർ 4, വൈറ്റമിൻ ഡി അസുഖങ്ങളൊക്കെ ഉള്ള സമയത്ത് കൊടുക്കണോ? നമ്പർ 5, കുട്ടി വൈറ്റമിൻ ഡി വോമിറ്റ് ചെയ്യാൻ എന്താ ചെയ്യുക? നമ്പർ 6, 1 വയസ്സ് കഴിഞ്ഞിട്ടും വൈറ്റമിൻ ഡി കൊടുക്കേണ്ടതുണ്ടോ? ഈ ടോപ്പിക്സ് എല്ലാം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കവർ ചെയ്യും. അപ്പോൾ വീട്ടിലോട്ട് കിടക്കുന്നതിന് മുമ്പ് ഈ പാരന്റിങ് ജേർണിയുടെ ഭാഗമാകാൻ താല്പര്യം ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വെച്ചോളൂ. നമ്മൾ കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ച് എല്ലാ ദിവസവും വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്നതാണ്, നിങ്ങളോട്ട് എത്താൻ വഴി. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാം, എന്തിനാണ് വൈറ്റമിൻ ഡി ഒരു കുട്ടിക്ക് കൊടുക്കുന്നത്? വൈറ്റമിൻ ഡി കൊടുക്കാനുള്ള കാരണം നിങ്ങൾക്കറിയാം, കുഞ്ഞുങ്ങളുടെ ശരീരത്തിനൊരു പ്രത്യേകതയാണ്, അവർ വളരെ റാപ്പിഡായിട്ട് ഗ്രോ ചെയ്യുന്ന ഒരു ഏജാണ്, വളരുന്ന ഒരു പ്രായമാണ് പ്രത്യേകിച്ച് അവരുടെ എല്ലുകൾ അല്ലേ. കാരണം ജനിച്ച ഒരു കുട്ടി 1 വയസ്സാകുമ്പോഴത്തേന് 25 സെന്റിമീറ്റർ ഒക്കെയാണ് വലുതാവുന്നത്. അപ്പോൾ അത്രയും ഫാസ്റ്റാണ് അവരുടെ ഗ്രോത്ത്. അങ്ങനെ ഫാസ്റ്റായിട്ട് അവരെ ഗ്രോത്ത് ഉണ്ടാകുമ്പോൾ അവരെ എല്ലിന് വളരെ അത്യാവശ്യമുള്ള ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ ഡി. അതുപോലെ അവർക്ക് ഒരുപാട് അത്യാവശ്യമുള്ള കാര്യങ്ങളുണ്ട്, അയണും ഒക്കെ ആവശ്യമുണ്ട്. പക്ഷെ അതൊന്നും നമ്മൾ കൊടുക്കുന്നില്ലല്ലോ, പിന്നെ എന്തിനാ വൈറ്റമിൻ ഡി മാത്രം കൊടുക്കുന്നത്? അതിനുള്ള ഉത്തരം, ഒരു അമ്മയുടെ മുലപ്പാലിൽ 6 മാസം വരെ ഒരു കുഞ്ഞു മുലപ്പാൽ മാത്രമല്ല കുടിക്കുന്നത്. അപ്പം ഒരു അമ്മയുടെ മുലപ്പാലിൽ വൈറ്റമിൻ ഡി ഒഴികെ ബാക്കി എല്ലാ ന്യൂട്രിയൻസും ഒരു 6 മാസം വരെ പ്രായമുള്ള കുട്ടിക്ക് എത്ര വേണോ അത്രയുണ്ട്. പക്ഷെ വൈറ്റമിൻ ഡിയുടെ അളവ് വളരെ കുറവാണ്. അതുകൊണ്ടാണ് നമ്മൾ പുറത്തു നിന്നും വൈറ്റമിൻ ഡി കൊടുക്കേണ്ടി വരുന്നത്. മാത്രവുമല്ല, വൈറ്റമിൻ ഡിയുടെ ആവശ്യം ഞാൻ പറഞ്ഞു, വൈറ്റമിൻ ഡിയുടെ ആവശ്യം ആദ്യത്തെ 1 വർഷം അല്ലെങ്കിൽ ആദ്യത്തെ നാളുകളിൽ വളരെ അത്യാവശ്യമുള്ള ഒരു വൈറ്റമിനുമാണ്. കാരണം ഒരു എല്ല് വളരണ്ടേ. അപ്പോൾ ആദ്യം നിങ്ങൾക്ക് ഉത്തരം കിട്ടി, എന്തിനാണ് ഡോക്ടർമാർ ഇങ്ങനെ എല്ലാ ജനിച്ച കുട്ടിക്കും വൈറ്റമിൻ ഡി കൊടുക്കുന്നത് എന്നുള്ളതിന് ഉത്തരം കിട്ടിയല്ലോ. ഇനി എങ്ങനെ കൊടുക്കാം? നമുക്കൊരു ദിവസം വേണ്ടത് വൈറ്റമിൻ ഡി 400 ഇന്റർനാഷണൽ യൂണിറ്റ് ആണ്. നമുക്കിന്ന് മാർക്കറ്റിൽ പ്രധാനമായും 2 രൂപത്തിൽ വൈറ്റമിൻ ഡി വരുന്നുണ്ട്. ഒന്ന്, 1 ml 800 ഇന്റർനാഷണൽ യൂണിറ്റ് വരുന്ന വൈറ്റമിൻ ഡിയും 1 ml 400 ഇന്റർനാഷണൽ യൂണിറ്റ് വരുന്ന വൈറ്റമിൻ ഡിയും. ഞാൻ എത്രയാ പറഞ്ഞത്? ഒരു ദിവസം വേണ്ടത് 400 ഇന്റർനാഷണൽ യൂണിറ്റ് ഒരു ദിവസം കൊടുത്താൽ മതി. അപ്പോൾ 800ന്റെ ബോട്ടിലാണ് നിങ്ങൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ 0.5 ml അഥവാ 10 ഡ്രോപ്സ്, 10 തുള്ളി എന്ന് പറഞ്ഞാൽ 0.5 ml ഏകദേശം തുല്യമാണ്. ഇനി നിങ്ങൾ വാങ്ങുന്നത് 400ന്റെ ആണെന്നുണ്ടെങ്കിൽ 1 ml അല്ലെങ്കിൽ 20 തുള്ളി ഒരു നേരം കൊടുക്കുക. ഇപ്പൊ എങ്ങനെ കൊടുക്കാമെന്ന് മനസ്സിലായി, എന്തിനാണ് കൊടുക്കുന്നത് മനസ്സിലായി. ഇനി അടുത്ത ചോദ്യമാണ്, ഇത് എല്ലാ ദിവസവും കൊടുക്കേണ്ടതുണ്ടോ? ചില ദിവസങ്ങളൊക്കെ മറന്നു പോകുന്നുണ്ട്. പ്രശ്നമുള്ള കാര്യമല്ല. നിങ്ങൾ 1-2 ദിവസം മറക്കുന്നതോ അല്ലെങ്കിൽ ഇടയ്ക്ക് വിട്ടുപോകുന്നതോ ഇടയ്ക്ക് കുടിക്കാതാവുന്നതോ അത് കൊണ്ട് ആങ്ഷ്യസ് ആവണ്ട. നമ്മുടെ ഉദ്ദേശം എന്താ? 1 വയസ്സ് വരെ കഴിയുന്ന ദിവസങ്ങളൊക്കെ സപ്ലൈ ചെയ്യാൻ കൊടുക്കുക, സപ്ലൈ ചെയ്ത് നോക്കുക. അതാണ് നമ്മുടെ ഉദ്ദേശം. എന്ന് പറഞ്ഞാൽ അത് മിസ്സാക്കണം എന്നല്ല, കഴിയുന്നതും നിങ്ങൾ കൊടുക്കാൻ ശ്രമിക്കുക. കാരണം എല്ലിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമാണ്. നിങ്ങൾ മാക്സിമം സപ്ലൈ ചെയ്യാൻ നോക്കുക. കാരണം ഇപ്പൊ കുഞ്ഞ് വലുതാവും തോറും വൈറ്റമിൻ ഡി കുറഞ്ഞു പോയാൽ കുഞ്ഞിന്റെ എല്ല് വളഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട്. നിങ്ങൾ റിക്കറ്റ്സ് എന്നുള്ള അവസ്ഥകൾ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യം, എൻ്റെ കുട്ടി ഇടയ്ക്കൊക്കെ മറന്നു പോകുന്നുണ്ട്, ഞാൻ എന്താ ചെയ്യാം? പക്ഷെ നിങ്ങൾ അതിനെക്കുറിച്ച് ആങ്ഷ്യസ് ആവണ്ട. പറ്റുന്ന ദിവസങ്ങളൊക്കെ മാക്സിമം കൊടുക്കാൻ ശ്രമിക്കാം. 1 വയസ്സ് വരെ അത് ശീലമാക്കുക. ഇനി അടുത്ത ചോദ്യമാണ്, എൻ്റെ കുട്ടിക്ക് പനിയും ജലദോഷവും മൂക്കൊലിപ്പൊക്കെ വരുന്ന സമയത്ത് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? കൊടുക്കണോ? ആ ദിവസങ്ങളിൽ കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമുള്ളതുകൊണ്ടല്ല, മറിച്ച് ആ ദിവസം മറ്റു പല മരുന്നുകളും കുട്ടികൾ കൊടുക്കാണ്ടാവും. പനി ജലദോഷത്തിനൊക്കെ ചിലപ്പം ഡോക്ടർ മരുന്ന് തന്നിട്ടുണ്ടാവും. അപ്പോൾ എല്ലാ മരുന്നിൻ്റെ കൂടെ ഇനി ഇതും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ ആ പനിയും ജലദോഷവും അല്ലെങ്കിൽ അപ്പത്തെ അസുഖം മാറാനുള്ള മരുന്ന് ചിലപ്പം കുട്ടി കുടിക്കാതെ ആവും എന്നുള്ള ഭയം ഉണ്ടെങ്കിൽ ആ ദിവസം മാറ്റി വെക്കാം. പ്രശ്നമുള്ള കാര്യമല്ല. അപ്പോൾ ഇത്രയും പറഞ്ഞ ഡിസ്കഷനിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, വൈറ്റമിൻ ഡി കുട്ടിക്ക് ആവശ്യമുള്ള കാര്യമാണ്. എല്ലാ ദിവസവും കൊടുത്താൽ നല്ലത്, അത് കൊടുക്കാൻ ശ്രമിക്കണം. പക്ഷേ ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ മിസ്സായി പോകുമ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ ആങ്ഷ്യസ് ആവേണ്ട ആവശ്യമില്ല. ഇനി അടുത്ത ചോദ്യമാണ്, 1 ml ഒക്കെയാണ് കൊടുക്കേണ്ടി വരുന്നത്, പക്ഷെ എൻ്റെ കുട്ടി കുടിക്കുന്നില്ല, എന്താ ചെയ്യുക എന്നുള്ളൊരു ചോദ്യം ഉണ്ടാവുന്നുണ്ട്. അവിടെ നിങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് കാര്യം, കൊടുക്കുന്ന മരുന്നിൻ്റെ ഡോസ് കൂടിയത് കൊടുക്കുക. അതായത് ഞാൻ പറഞ്ഞു 400 ഇന്റർനാഷണൽ യൂണിറ്റ് 1 ml അവൈലബിൾ ആയിട്ടുള്ള ബോട്ടിലും ഉണ്ട്, 800 ഇന്റർനാഷണൽ യൂണിറ്റ് 1 ml അവൈലബിൾ ആയിട്ടുള്ള ബോട്ടിലും ഉണ്ട്. അപ്പം 400 ആണ് നിങ്ങൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് 1 ml കൊടുക്കണം. പക്ഷേ അങ്ങനെ 1 ml കൊടുക്കുമ്പോൾ കുട്ടി ഇങ്ങനെ ഓക്കാനിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 800ന്റെ വാങ്ങിച്ചു കൊടുക്കാം. അപ്പം എന്താ ഗുണം? 1 ml കൊടുക്കുന്ന സ്ഥാനത്ത് ആ കുട്ടിക്ക് 0.5 ml അഥവാ 10 ഡ്രോപ്പ് വരെ. കാരണം കുട്ടികൾക്ക് കൊടുക്കുന്ന മരുന്നിൻ്റെ അളവ് കൂടുന്തോറും വൊമിറ്റ് ചെയ്യാനുള്ള സാധ്യത കൂടും. അപ്പം 400ന്റെ കൊടുക്കുമ്പോൾ
ഛർദ്ദിക്കുന്ന കുട്ടിയാണെങ്കിൽ 800 വാങ്ങിച്ചു കൊടുക്കുക. അപ്പോൾ 0.5 കൊടുത്താൽ മതി. ഇനി 0.5 കഴിക്കാത്ത കുട്ടിയാണെങ്കിൽ ചില ബ്രാൻഡുകൾ ഒരു തുള്ളിയിൽ 200, പ്രത്യേകം ഓർക്കണം, ഒരൊറ്റ തുള്ളിയിൽ 200 ഇന്റർനാഷണൽ യൂണിറ്റ് വരുന്ന ഡ്രഗ് ഉണ്ട്. അപ്പോൾ അവർക്ക് വെറും 2 തുള്ളി കൊടുത്താൽ മതി. അപ്പോൾ അത് കുട്ടി കുടിക്കുന്ന പോലെ അറിയ പോലും ഇല്ല. അങ്ങനെയുള്ള ബ്രാൻഡുകളുണ്ട്. നിങ്ങൾ ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കുക. കാരണം ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ബ്രാൻഡ് നെയിമുകൾ പറയുന്നത് ശരിയല്ല എന്നുള്ളതുകൊണ്ടാണ് ഞാനത് പറയാത്തത്. നമ്മുടെ ഒരു വർക്കിംഗ് എത്തിക്സിനെതിരല്ല. അപ്പോൾ അത് പറയാത്തതുകൊണ്ട് അപ്പോൾ നിങ്ങൾ സെർച്ച് ചെയ്യുക 200 ഇന്റർനാഷണൽ യൂണിറ്റ് ഇൻ 1 ml ഡ്രോപ്പ് വൈറ്റമിൻ ഡി എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടും. അല്ലെങ്കിൽ നിങ്ങളെ പീഡിയാട്രിഷ്യനോട് ചോദിച്ചാൽ അവർ എഴുതി തരും. അപ്പോൾ ഇതാണ് വൈറ്റമിൻ ഡി എപ്പോഴും റിജക്ട് ചെയ്ത കുട്ടിയുടെ കേസിൽ നിങ്ങൾ ചെയ്യേണ്ടത്. അടുത്ത ചോദ്യം, വൈറ്റമിൻ ഡി പ്രായം കൂടുന്തോറും ഡോസ് കൂട്ടണോ? വേണ്ട. 1 വയസ്സ് വരെ ഒരേ ഡോസാണ്, അതിലൊരു മാറ്റം വരുത്തേണ്ടതില്ല. അടുത്ത ചോദ്യം, 1 വയസ്സിന് ശേഷവും ചില ആളുകളൊക്കെ വൈറ്റമിൻ ഡി കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. വേണോ? നിർബന്ധമില്ല. വൈറ്റമിൻ ഡി കൊടുക്കേണ്ട ആവശ്യമില്ല, നിർബന്ധമില്ല. നിങ്ങളുടെ കുഞ്ഞ് നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കുന്നുണ്ട്, ആ കുഞ്ഞിനെ ടെസ്റ്റ് ചെയ്ത സമയത്ത് വൈറ്റമിൻ ഡിയുടെ ഒരു കുറവ് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നിർബന്ധമില്ല. പിന്നെ ഈ ചില ക്ലൈമറ്റ്, ഇപ്പം നമ്മുടെ സൂര്യപ്രകാശമൊന്നും തട്ടാത്ത രീതിയിൽ പ്രദേശത്ത് ജീവിക്കുന്ന ആളുകൾക്ക് അങ്ങനെ ആ നാടുകളിലെ പ്രോട്ടോകോൾ, ആ നാടുകളിലെ പീഡിയാട്രിക് ഗൈഡ് ലൈൻസ് എന്ത് പറയുന്നു എന്നുള്ളത് എനിക്കറിയില്ല. അതാത് നാടുകളിലുള്ള ഡോക്ടർമാരോട് നിങ്ങൾ ചോദിക്കണം. കാരണം നമ്മുടെ വ്യൂവേഴ്സിൽ പലരും UK യിലും US ലും അതുപോലെ മറ്റു രാജ്യത്തുള്ളവരൊക്കെ ഉണ്ട് ഇൻസ്റ്റഗ്രാമിലെ ഫോളോവേഴ്സിൽ. അപ്പോൾ അവർ അങ്ങനത്തെ ചോദ്യം ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ പ്രോട്ടോകോൾ അവിടെ എങ്ങനെയാണോ അത് ഫോളോ ചെയ്യാം. എന്തായാലും നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും നിലവിൽ നമുക്ക് എല്ലാ കുട്ടികൾക്കും 1 വയസ്സിന് ശേഷം കൊടുക്കണമെന്ന് നിർബന്ധമില്ല. കുറവാണെന്ന് കണ്ടുപിടിച്ചാൽ മാത്രം കൊടുക്കും. അടുത്തൊരു ചോദ്യമാണ്, ഇങ്ങനെ വൈറ്റമിൻ ഡിയുടെ കൂടെ വേറെ ഏതെങ്കിലും സപ്ലിമെന്റ് കൊടുക്കണോ എന്നുള്ളത്. നിർബന്ധമില്ല. 6 മാസത്തിന് ശേഷം അയണിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് നമുക്ക് അയണിന്റെ വീഡിയോയിൽ നമുക്ക് വിശദമായിട്ട് പറയാം. അപ്പം ഇത്രയാണ് വൈറ്റമിൻ ഡിയുടെ ഒരു സപ്ലിമെന്റ്. അത് എന്തിനു കൊടുക്കണം, എങ്ങനെ കൊടുക്കണം, കുട്ടി കുടിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. അപ്പോൾ ഇത് വൈറ്റമിൻ ഡി എന്നൊരു ശീലമാക്കുക. പിന്നെ ഒരു കാര്യം കൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് പറയാനുള്ളത്, നിങ്ങളുടെ കുഞ്ഞ് എക്സ്ക്ലൂസീവ്ലി ഫുൾ ടൈം ഇതിലാണെന്ന് വിചാരിക്കുക. എന്തില്? നമ്മുടെ ഫോർമുല മിൽക്കിലാണെന്ന് വിചാരിക്കുക. അപ്പം പല ഫോർമുല മിൽക്കും വൈറ്റമിൻ ഡി 45 ചെയ്തിട്ടാണ് വരുന്നത്. അപ്പം നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് കൊടുക്കുന്ന ഫോർമുല മിൽക്കിൽ വൈറ്റമിൻ ഡി വേണ്ട അളവിൽ വരുന്നുണ്ടോ. അങ്ങനെയുള്ള കുട്ടികൾക്ക് വൈറ്റമിൻ ഡി കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല എന്നാണ് ഫോറിൻ ഗൈഡ് ലൈൻസിലൊക്കെ പറയുന്നത്. കാരണം അവരുടെ നാട്ടിൽ ഇപ്പോൾ USA യിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ, UK യിലൊക്കെ ആണെങ്കിൽ വൈറ്റമിൻ ഡി 45 ചെയ്ത ഫോർമുല മിൽക്ക് തന്നെ നല്ലോണം വരുന്നുണ്ട്. അത്തരത്തിലുള്ള കുട്ടികൾ വൈറ്റമിൻ ഡി ഇപ്പോൾ കുടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് മാത്രം കരുതി നിങ്ങൾ വൈറ്റമിൻ ഡി കൊടുക്കുന്നത് ഒഴിവാക്കണ്ട. അത്തരം കേസുകളൊക്കെ എപ്പോഴും നിങ്ങളുടെ ഡോക്ടറോട് ഡിസ്കസ് ചെയ്ത് വേണം തീരുമാനിക്കാൻ. അപ്പം നിലവിൽ നമ്മൾ ഇന്ത്യയിലെ കുഞ്ഞുങ്ങൾക്കൊക്കെ നമ്മൾ വൈറ്റമിൻ ഡി നിർബന്ധമായിട്ട് പറയുന്നുണ്ട്. അത് കുടിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഇനി വൈറ്റമിൻ ഡി ഒരു കുട്ടിക്ക്, മുതിർന്ന കുട്ടിക്ക് കിട്ടാതിരിക്കുമ്പോൾ വരുന്ന അവസ്ഥയുടെ പേരാണ് റിക്കറ്റ്സ്. അതിനെക്കുറിച്ച് നമുക്ക് സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം. നിലവിൽ വൈറ്റമിൻ ഡിയുടെ എല്ലാ ഡൗട്ട്സും നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ പാരന്റിംഗ് ജേർണിയുടെ ഭാഗമാവാൻ താല്പര്യം ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ആക്കി വെച്ചോളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.